Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon. Good afternoon, Okay, Adilakshmi, good afternoon. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓൾ മ്യൂട്ട് ചെയ്യണം. അപ്പോ നമ്മള് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെ വരെയായിരുന്നു? യെസ്, ക്ലെയിം പ്രോസസ്സ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ. എങ്ങനെയാണ് ഒരു ക്ലെയിം നമ്മൾ പ്രോസസ് ചെയ്യുന്നത് അല്ലെ, അതിന്റെ വിവിധ സ്റ്റെപ്പുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? റേസിംഗ് എ ക്ലെയിം അല്ലെ. ഒരു ക്ലെയിം നമ്മൾ റേസ് ചെയ്യാണ് അല്ലെ. ഇപ്പൊ എന്തെങ്കിലും ഒരു അപകടങ്ങളോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനടി നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയോട് നമ്മളത് ഇൻഫോം ചെയ്യാണ് അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേസിംഗ് എ ക്ലെയിം എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഫയലിംഗ് എ ക്ലെയിം ആണ് അല്ലെ. ആ ക്ലെയിം നമ്മൾ എന്ത് ചെയ്യാണ്? ഫയൽ ചെയ്യാണ്. അതൊന്നില്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് അവരുടെ ബ്രാഞ്ച് ഓഫീസിലോ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്ലെയിം നമ്മൾ അവിടെ ഫയൽ ചെയ്യണം. ഓക്കെ, തേർഡ് വണ്ണിൽ എന്തായിരുന്നു? നമ്മൾ ആ ഒരു ക്ലെയിമിനെ ഓതന്റിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സുകളും നമ്മൾ അതിനോടൊപ്പം സബ്മിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. കാര്യം ഇങ്ങനൊരു അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് കൃത്യമായിട്ടുള്ള പ്രൂഫ് കൊടുക്കണം അല്ലെ, എവിഡൻസ് കൊടുക്കണം. അതിന്റെ ഒരു ഓതന്റിസിറ്റി അല്ലെ, ജെനുവിനിറ്റി ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സുകളും നമ്മൾ അതിനോടൊപ്പം സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താണ്? ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യും? ആ ഡോക്യുമെന്റ്സുകളെല്ലാം തന്നെ റിവ്യൂ ചെയ്യും അല്ലെ. അതിന്റെ വാലിഡിറ്റി അവര് ചെക്ക് ചെയ്യും. ഇനി ഈ പറയുന്ന പോളിസിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രകാരം എല്ലാ കാര്യങ്ങളും അത് അവിടെ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഷുറർ, അതായത് ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യും? ആ ക്ലെയിം അവര് അപ്രൂവ് ചെയ്യും, അനുവദിക്കും അല്ലെ. ഓക്കെ, ക്ലെയിം അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അവർക്ക് ആ ഒരു നഷ്ടപരിഹാര തുക കൊടുക്കാനുള്ളതാണ് അല്ലെ. അപ്പോ ആ ഒരു പോളിസി ഡോക്യുമെന്റിൽ പറയുന്ന പ്രകാരമുള്ള ആ ഒരു പേയ്മെന്റ് അവർക്ക് നൽകാണ്. ഇനി അതിനെ നമ്മൾ പേ ഔട്ട് എന്നാണ് പറയാ കേട്ടോ. പേ ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് ദ സം ഓഫ് മണി given to a policy holder when a claim is accepted അല്ലെ. ഓക്കെ, ആ ക്ലെയിം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കൊടുക്കുന്ന പോളിസി ഹോൾഡർക്ക് കൊടുക്കുന്ന ആ എമൗണ്ട് ഓഫ് മണീനെ നമ്മൾ പേ ഔട്ട് എന്നാണ് പറയാ അല്ലെ. ഇനി പേ ഔട്ട് രണ്ട് രീതിയിൽ കമ്പനിക്ക് കൊടുക്കാം. ഒന്നുകിൽ ഒരു ലംസം എമൗണ്ട് ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞു, ഒറ്റ തവണയായിട്ട് ആ ഒരു ഫുൾ എമൗണ്ട് വേണമെങ്കിൽ കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു റെഗുലർ പേയ്മെന്റ്സ് ആയിട്ട് വേണമെങ്കിൽ പോളിസി ഹോൾഡർക്ക് കൊടുക്കാവുന്നതാണ്. അത് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ആ ഒരു പോളിസിയിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസിനനുസരിച്ചിട്ടാണ് തീരുമാനിക്കുന്നത് കേട്ടോ. അതിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രകാരം ഒരു ലംസം എമൗണ്ട് ആയിട്ട് കൊടുക്കാനാണ് അതിൽ എഴുതിയിരിക്കുന്നതെങ്കിൽ ആ രീതിയിൽ കൊടുക്കും. ഇനി അതല്ല, ഒരു റെഗുലർ പേയ്മെന്റ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യാൻ എഴുതിയിരിക്കുന്നതെങ്കിൽ ആ രീതിയിലായിരിക്കും പേയ്മെന്റ് കൊടുക്കുക. ഓക്കെ, അപ്പോ ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഓക്കെ ആണല്ലോ? വായിച്ചു നോക്കിയോ? ഇത്രയും ഭാഗങ്ങൾ വായിച്ചു നോക്കി എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് the time insurers takes to confirm and pay the insured sum differ on a case to case basis. Claim settlement takes only a few days if documents are in order. അതായത് നമ്മൾ ഒരു ക്ലെയിം ഉന്നയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എമൗണ്ട് കിട്ടണം അല്ലെ. ആ ഒരു തുക ലഭിക്കാനായിട്ട് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ആ ഒരു എമൗണ്ട് അവർക്ക് പേ ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് അത് ഓരോ കേസിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. ആ ഒരു ടൈം ചിലത് പെട്ടെന്ന് നമ്മൾ ക്ലെയിം ഉന്നയിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചിലപ്പോ എന്ത് കിട്ടും? ആ ഒരു എമൗണ്ട് നമുക്ക് കിട്ടും. ചിലത് ഒരുപാട് കാലതാമസം എടുത്തിട്ടായിരിക്കും നമുക്ക് ആ ഒരു എമൗണ്ട് കയ്യിൽ ലഭിക്കുന്നത് അല്ലെ. അപ്പോ ഈ പറയുന്ന ഇൻഷുറർ, ദാറ്റ് മീൻസ് ഇൻഷുറൻസ് കമ്പനി അത് പേ ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് അത് ഓരോ കേസിനനുസരിച്ചും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ക്ലെയിം സെറ്റിൽമെന്റ് ടേക്സ് ഓൺലി എ ഫ്യൂ ഡേയ്സ് ഇഫ് ഡോക്യുമെന്റ്സ് ആർ ഇൻ ഓർഡർ. ഇപ്പോ ഈ ഒരു ക്ലയന്റ് സബ്മിറ്റ് ചെയ്യുന്ന എല്ലാ ഡോക്യുമെന്റ്സുകളും പ്രോപ്പർ ആണെങ്കിൽ, കറക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ലെയിം സെറ്റിൽമെന്റ് വളരെ പെട്ടെന്ന് തന്നെ നടക്കും അല്ലെ. കാര്യം നമ്മള് ആ എന്താണ് ഡോക്യുമെന്റ്സ് എല്ലാം പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ എന്ത് ചെയ്യും? ആ ക്ലെയിം സെറ്റിൽമെന്റിന് അധികം സമയം എടുക്കില്ല, പെട്ടെന്ന് തന്നെ ക്ലെയിം സെറ്റിൽമെന്റ് നടന്ന് എമൗണ്ട് കിട്ടും അല്ലെ.
അതോടൊപ്പം ടു മേക്ക് ഷുവർ ദാറ്റ് ദ ക്ലെയിംസ് ആർ ഡിസ്പേഴ്സ്ഡ് വിത്തൗട്ട് ഡിലേ ഇൻ കേസ് ഓഫ് നെസസിറ്റി യു മസ്റ്റ് ലുക്ക് ഇൻ ടു ദ ഇൻഷുറൻസ് ട്രസ്റ്റ്വർത്തിനെസ് ആൻഡ് കസ്റ്റമർ സർവീസ് റെക്കോർഡ് ബിഫോർ ബൈയിങ് ഇൻഷുറൻസ് കേട്ടോ. അപ്പോ നമുക്ക് അധികം കാലതാമസം നേരിടാതെ നമ്മുടെ ക്ലെയിമുകള് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എമൗണ്ട് ലഭിക്കണമെങ്കിൽ ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് നമ്മൾ ക്ലെയിം ഉന്നയിക്കുമ്പോൾ നമുക്ക് ഒരുപാട് താമസം വരാതെ പെട്ടെന്ന് കൈ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം അല്ലെ. അപ്പൊ അങ്ങനെ ലഭിക്കണമെങ്കിൽ ആസ് എ പോളിസി ഹോൾഡർ എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, നമ്മൾ എപ്പോഴും ഒരു പോളിസി എടുക്കുന്നതിന് മുൻപായിട്ട് ആ ഒരു കമ്പനിയുടെ ട്രസ്റ്റ് വർത്തിനെസ് അല്ലെങ്കിൽ ആ ഒരു കസ്റ്റമർ സർവീസ് റെക്കോർഡുകൾ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും അല്ലെ. ഇപ്പൊ നമ്മളൊരു ആ ഒരു കമ്പനിക്ക് എത്രത്തോളം അതിന്റെ ഒരു വിശ്വാസ്യത നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, കണക്കിലെടുക്കണം അല്ലെ. അതുപോലെ ആ ഒരു അവിടുത്തെ കസ്റ്റമർ സർവീസിന്റെ റെക്കോർഡുകൾ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഓൺലൈനിൽ തന്നെ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങുകയാണ് അല്ലെ, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു സാധനം നമ്മൾ ഓർഡർ ചെയ്യാം അല്ലെ. നമ്മൾ അതില് കസ്റ്റമറിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കി അല്ലെ, എല്ലാം ആ ഒരു ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുക അല്ലെ. ഓക്കെ, അത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് അല്ലെ. എന്നതുപോലെ തന്നെയാണ് നമ്മളൊരു പോളിസി എടുക്കുമ്പോൾ നമുക്ക് അധികം കാലതാമസം വരാതെ നമുക്ക് എന്ത് കിട്ടണം, എമൗണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ എപ്പോഴും പോളിസി എടുക്കുന്നതിന് മുൻപായിട്ട് ആ ഒരു കമ്പനിയുടെ വിശ്വാസ്യത നമ്മൾ പരിശോധിക്കണം. അതുപോലെ തന്നെ അവിടുത്തെ കസ്റ്റമറിന്റെ സർവീസ് ഈ പറയുന്ന കസ്റ്റമർ റെക്കോർഡുകൾ എന്താണ് പരിശോധിക്കാം. അപ്പൊ നമുക്ക് ആ റിവ്യൂസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാം. ആസ് എ പോളിസി ഹോൾഡർ എന്നുള്ള രീതിയിൽ അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത്, nevertheless, if it is necessary that you must reveal all details about your health and lifestyle habits to your insurer when you buy insurance. The insurer can reject the claims on your policy if you conceal or mistake any factor. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്താണ്, നമ്മുടെ ഹെൽത്ത് സ്റ്റാറ്റസ് എന്താണെന്നത് കൃത്യമായിട്ട് നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ദുശീലങ്ങളോ അല്ലെങ്കിൽ നമുക്ക് വല്ല എന്താണ് ഈ പറയുന്ന പോലെ സ്മോക്കിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കുടിക്കുന്ന ആൾക്കാരാണോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പൊതുവെയുള്ള നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, നമ്മുടെ ഒരു ഹെൽത്ത് സ്റ്റൈൽ എങ്ങനെയാണ് എന്നതിനെ പറ്റിയിട്ട് വളരെ കൃത്യമായിട്ട് ട്രാൻസ്പാരന്റ് ആയിട്ട് നമ്മൾ ഇൻഷുറർ അതായത് കമ്പനിയുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കണം. ഓക്കെ, കാര്യം ഇപ്പൊ നമുക്കറിയാം ഒരുപാട് ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള ഒത്തിരി അസുഖങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അത് നമ്മൾ എല്ലാ ഡീറ്റെയിൽസും വളരെ ട്രാൻസ്പാരന്റ് ആയിട്ട് ജെന്യുവിൻ ആയിട്ട് ഓണസ്റ്റ് ആയിട്ട് തന്നെ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കണം. എന്തുകൊണ്ട് അങ്ങനെ ഡിസ്കസ് ചെയ്യണം എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് ഓക്കെ, ദ ഇൻഷുറർ ക്യാൻ റിജക്ട് ദ ക്ലെയിംസ് ഓൺ യുവർ പോളിസി ഇഫ് യു കൺസീൽ ഓർ മിസ്റ്റേക്ക് എനി ഫാക്ടർ. ഇപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ വരുമോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് ആ ഒരു പോളിസി എടുക്കുന്നതെങ്കിൽ പിന്നീട് വേണമെങ്കിൽ കമ്പനിക്ക് അത് റിജക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും എന്താണ് കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഒളിച്ചു വെച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ക്ലെയിം ഉന്നയിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അവർക്ക് റിജക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ റിജക്ഷൻ വരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ട്രാൻസ്പാരന്റ് ആയിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് പോളിസി ഹോൾഡറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു ക്ലെയിം പ്രോസസ്സിന്റെ സ്റ്റെപ്പുകളാണ് നമ്മൾ ഇതുവരെ കണ്ടത് കേട്ടോ. ഓക്കെ, ഇനി നോക്കാം. നമുക്ക് ആ ഒരു ക്ലെയിം പ്രോസസ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം കേട്ടോ. നോക്കാം, ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ് നമ്മളൊരു കമ്പനിയുടെയാണ്. ബജാജ് അലയൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം, എളുപ്പമാണ്. ആദ്യം നോക്കാം, അതെന്താണ്, കസ്റ്റമർ അപ്രോച്ചസ് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് ഫോർ ദ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് അല്ലെ. ഓക്കെ, കസ്റ്റമർ എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ആണ് അല്ലെ. പേഷ്യന്റ് എന്ത് ചെയ്യാണ്, യെസ്, ഹോസ്പിറ്റൽ നെറ്റ്വർക്കുമായിട്ട് കോണ്ടാക്ട് ചെയ്യാണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ ദ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് അല്ലെ. ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പേഷ്യന്റ് ഹോസ്പിറ്റലിനെ സമീപിക്കുകയാണ്, ഹോസ്പിറ്റൽ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാണ്. അപ്പൊ ഹോസ്പിറ്റൽ എന്താ ഇപ്പൊ ചെയ്യാ, ഹോസ്പിറ്റൽ വെരിഫൈസ് കസ്റ്റമർ ഡീറ്റെയിൽസ് ആൻഡ് സെൻഡ് പ്രീ-ഓത്ത് ബൈ ഫാക്സ്. പ്രീ-ഓത്ത് എന്ന് വെച്ചാൽ പ്രീ ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. ഓക്കെ,
ഹോസ്പിറ്റലൊക്കെ എന്ത് ചെയ്യും? ഈ ആ ഒരു കസ്റ്റമറുടെ ഡീറ്റെയിൽസുകളെല്ലാം തന്നെ വെരിഫൈ ചെയ്യും. അതിനുശേഷം എന്താണ്? പ്രീ ഓതറൈസേഷൻ അയക്കും അല്ലെ? ആർക്കാണ് അയക്കുന്നുണ്ടാവുക? ആർക്കായിരിക്കും? ആ ഒരു പേഷ്യന്റിന്റെ ഇൻഷുറൻസ് കമ്പനിയിലോട്ട്. നമ്മുടെ കമ്പനി ഇവിടെ ഏതാണ്? ബജാജ് അലയൻസ് ആണ് അല്ലെ? അപ്പൊ ബജാജ് അലയൻസിലോട്ട് ഫാക്സിലൂടെ അവരെന്തായിരിക്കാണ്? പ്രീ ഓതറൈസേഷൻ അയക്കുകയാണ്. ആരായിരിക്കും? കമ്പനി ഹോസ്പിറ്റൽ അയക്കും അല്ലെ? കമ്പനി അല്ല, സോറി, ഹോസ്പിറ്റൽ ആണ് അയക്കുന്നത്. ഓക്കെ, കാര്യം നമുക്കറിയാം പേഷ്യന്റ് എന്തിനു വേണ്ടിയിട്ടാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്? ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്കറിയാം ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ പേഷ്യന്റിന് റോള് വരുന്നില്ല. നമ്മുടെ ഹോസ്പിറ്റൽ ബില്ലുകളും കാര്യങ്ങളും നേരിട്ട് ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് സെറ്റിൽ ചെയ്യാണ് അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? ഹോസ്പിറ്റല് പ്രീ ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് ഫാക്സ് ത്രൂ ആർക്കയക്കുകയാണ്? ബജാജ് അലയൻസിന് അയക്കുകയാണ്. ഓക്കെ, അങ്ങനെ കമ്പനിയിലോട്ട് എത്താണ് അല്ലെ? അപ്പൊ നോക്കുക, ബജാജ് അലയൻസ് വെരിഫൈസ് pre-author details with the policy benefits and sends a response to the hospital. ബജാജ് അലയൻസ് എന്ത് ചെയ്യും? ആ പ്രീ ഓതറൈസേഷൻ ഡീറ്റെയിൽസുകളെല്ലാം തന്നെ വെരിഫൈ ചെയ്യും. എന്തൊക്കെ ബെനിഫിറ്റ്സുകളാണ് എന്നുള്ളത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്തിട്ട് ഹോസ്പിറ്റലിന് റെസ്പോൺസ് കൊടുക്കുകയാണ്. അപ്പോ ഈ ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അത് 3 രീതിയിലായിരിക്കാം. 3 റെസ്പോൺസസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും. അതായത് ആ ഒരു അപ്രൂവൽ അനുവദിച്ചുകൊണ്ടുള്ള ഒരു റെസ്പോൺസ് ആയിരിക്കാം ഒരുപക്ഷെ കൊടുക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഡിനൈൽ ആയിരിക്കാം. ഡിനൈൽ വെച്ച് നിഷേധിച്ചുകൊണ്ട്, അതായത് ആ ഒരു ക്ലെയിം ഒരുപക്ഷെ ഡിനൈ ചെയ്തുകൊണ്ടുള്ള റെസ്പോൺസ് ആയിരിക്കാം. ഇത് രണ്ടും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ക്വറി ആയിരിക്കാം. ക്വറി മീൻസ് അന്വേഷണം അല്ലെ? അതായത് എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ അവർക്ക് വേണമായിരിക്കാം. അതുകൊണ്ടൊരു ക്വറി മീൻസ് ഒരു എൻക്വയറിയാണ്, ഒരു അന്വേഷണമായിരിക്കാം അവര് റെസ്പോണ്ട് ചെയ്യുന്നത്. അങ്ങനെ 3 റെസ്പോൺസ് ആണ് നമ്മൾ അവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒന്നുകിൽ അപ്രൂവ്ഡ് റെസ്പോൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിനൈൽ റെസ്പോൺസ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ ഒരു ക്വറി റെസ്പോൺസ് ആയിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ റെസ്പോൺസ് നോക്കാം. അപ്രൂവ്ഡ് ആണെങ്കിൽ, അപ്രൂവൽ റെസ്പോൺസ് ആണെങ്കിൽ പിന്നെ ബാക്കി എന്താണ്? വാട്ട്സ് നെക്സ്റ്റ്? അടുത്തത് എന്തായിരിക്കും നോക്കി? അപ്രൂവൽ ലെറ്റർ സെൻഡ് ബൈ ബജാജ് അലയൻസ്. ബജാജ് അലയൻസ് എന്ത് ചെയ്യും? അപ്രൂവൽ ലെറ്റർ ആർക്കയക്കും? തിരിച്ച് ഹോസ്പിറ്റലിന് അയച്ചു കൊടുക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? ഹോസ്പിറ്റൽ അഡ്മിറ്റ്സ് ദ പേഷ്യന്റ് വിത്തൗട്ട് എനി ഡെപ്പോസിറ്റ് ആൻഡ് പ്രൊവൈഡ്സ് ദ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ്. ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യും. പ്രത്യേകിച്ച് യാതൊരു ഡെപ്പോസിറ്റും അവരിൽ നിന്ന് ഈടാക്കാതെ തന്നെ അവർ അഡ്മിറ്റ് ചെയ്ത് അവർക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യും. ദെൻ അടുത്തത് എന്താണ്? പേ നോൺ മെഡിക്കൽ എക്സ്പെൻസസ് ആൻഡ് കോ പേയ്മെന്റ് ബിഫോർ ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റൽ. പേഷ്യന്റിന് എന്തുമാത്രം കയ്യിൽ നിന്ന് എടുത്തു കൊടുത്താൽ മതി? നോൺ മെഡിക്കൽ എക്സ്പെൻസസിന് വന്നിട്ടുള്ള ചെലവുകൾ മാത്രം പേഷ്യന്റ് പേ ചെയ്താൽ മതിയാകും. ഇതാണ് അപ്രൂവലിന്റെ കേസിൽ നടക്കുന്നത്. ഓക്കെ, അതേസമയം രണ്ടാമത്തെ റെസ്പോൺസ് എന്താണ്? ഡിനൈലാണ്. അതായത് നിരസിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഡിനൈൽ ലെറ്റർ സെൻഡ് ബൈ ബജാജ് അലയൻസ്. ബജാജ് അലയൻസ് ആ ഒരു ഡിനൈൽ ലെറ്റർ ആർക്കയക്കും? ഹോസ്പിറ്റലിന് അയക്കും. അപ്പൊ ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? ഹോസ്പിറ്റൽ അഡ്മിറ്റ്സ് ദ പേഷ്യന്റ് ആസ് എ ക്യാഷ് പേയ്മെന്റ് ആൻഡ് പേഷ്യന്റ് ഹാസ് ടു പേ ദ ബിൽ. അപ്പൊ ഹോസ്പിറ്റൽ എന്താ ചെയ്യുക? പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യും, പക്ഷെ എന്താണ്? പേഷ്യന്റിൽ നിന്നും അതിന് വേണ്ട പേയ്മെന്റ് ഈടാക്കും അല്ല? ആ ഒരു ക്യാഷ് ഈടാക്കിക്കൊണ്ട് അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. അത് പേഷ്യന്റ് ആ ഒരു ബില്ല് പേ ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിരിക്കും. സ്വാഭാവികമായിട്ടും അടുത്തത് എന്തായിരിക്കും പേഷ്യന്റ് ചെയ്യാം? ക്ലെയിം ഫോർ റീഇംബേഴ്സ്മെന്റ് അല്ലെ? റീഇംബേഴ്സ്മെന്റിന് വേണ്ടിയിട്ട് അവര് ക്ലെയിം ചെയ്യും. അതായത് ആ സമയത്ത് പേഷ്യന്റ് കയ്യിൽ നിന്ന് പൈസ എടുത്തു കൊടുത്ത് ട്രീറ്റ്മെന്റ് എടുക്കും. അതിനുശേഷം ആ ഒരു ബില്ലുകളും കാര്യങ്ങളൊക്കെ പേഷ്യന്റ് സൂക്ഷിച്ച് അയാൾക്ക് ചെലവായിട്ടുള്ള പൈസ തിരിച്ചു ലഭിക്കാൻ വേണ്ടിയിട്ട്, അതായത് റീഇംബേഴ്സ്മെന്റിന് വേണ്ടിയിട്ട് അവര് എന്ത് ചെയ്യും? കമ്പനിയോട് ക്ലെയിം ചെയ്യും. ഓക്കെ, ഇതാണ് ഡിനൈലിന്റെ കേസിൽ വരുന്നത്. മൂന്നാമത്തെ കേസ് എന്താണ്? ക്വറി ആണ്, ഒരു അന്വേഷണമാണ്. അങ്ങനെയാണെങ്കിലോ ക്വറി ലെറ്റർ സെൻഡ് ബൈ ബജാജ് അലയൻസ്. ബജാജ് അലയൻസ് ഹോസ്പിറ്റലിന് എന്ത് അയച്ചു കൊടുക്കും? ക്വറി ലെറ്റർ അയക്കും. ഹോസ്പിറ്റൽ അപ്പൊ എന്ത് ചെയ്യും? ഹോസ്പിറ്റൽ ഫാക്സസ് ദ റിപ്ലൈ ഫോർ ക്വറീസ് ആസ്ക്ഡ് ബൈ ഡോക്ടേഴ്സ് അല്ലെ? ഹോസ്പിറ്റല് ബന്ധപ്പെട്ട ഡോക്ടേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം അവരുടെ അന്വേഷണങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടികൾ അയച്ചു കൊടുക്കും. ആർക്ക് അയച്ചു കൊടുക്കും? വീണ്ടും ബജാജ് അലയൻസിലേക്ക് അയച്ചു കൊടുക്കും. എഗെയിൻ ഈ ഒരു പ്രോസസ് അവിടെ കണ്ടിന്യൂ ചെയ്യും. ഇതാണ് ഒരു ക്ലെയിം പ്രോസസ്. നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് അവിടെ കൊടുത്തിരിക്കുകയാണ്. ക്ലിയർ ആയോ പറഞ്ഞത്? എളുപ്പമുള്ളതാണ് കേട്ടോ. ഓക്കെ ആണോ? മനസ്സിലായോ? നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റത്തേക്ക് നമുക്ക് കടക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഹോസ്പിറ്റൽ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ്
മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ് കേട്ടോ. ഓക്കെ, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് ഓർ മാനേജർ. ഓക്കെ, ഓരോ പോയിന്റുകളും നോക്കുക കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, റെസ്പോൺസിബിൾ ഫോർ സൂപ്പർവൈസിംഗ് ദ ഇൻഷുറൻസ് ഓപ്പറേഷൻസ് ആൻഡ് ഡിസൈനിങ്, implementing and training hospital staff on ഇൻഷുറൻസ് പ്രോട്ടോകോൾസ്. ഓക്കെ, ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള പ്രോട്ടോകോൾസ് അല്ലെ, പ്രൊസീജിയറുകൾ എല്ലാം തന്നെ കൈകാര്യം ചെയ്യുക, ഡിസൈൻ ചെയ്യുക അല്ലെ. ഇൻഷുറൻസ് പ്രോട്ടോകോൾ സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങള്, പ്രോട്ടോകോൾസ് ഒക്കെ ഡിസൈൻ ചെയ്യാം അല്ലെ, അതിനെ ഓർഗനൈസ് ചെയ്യാം, അത് ഇംപ്ലിമെന്റ് ചെയ്യാം, നടപ്പിലാക്കുക, അതിന് വേണ്ട പരിശീലനങ്ങൾ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇതിലെല്ലാം തന്നെ സൂപ്പർവൈസ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജർക്കാണ് അല്ലെ. പൊതുവെ അദ്ദേഹം എന്ത് ചെയ്യണം? ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏറ്റവും സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകണം. അതിനു വേണ്ടിയിട്ട് ഇൻഷുറൻസ് പ്രോട്ടോകോൾസുകള്, ഇൻഷുറൻസ് ഓപ്പറേഷൻസുകളെല്ലാം തന്നെ ഡിസൈൻ ചെയ്യുക, അത് നടപ്പിലാക്കുക, അതിലെ സ്റ്റാഫുകൾക്ക് വേണ്ട പരിശീലനങ്ങള്, ട്രെയിനിങ്ങുകൾ അവർക്ക് കൊടുക്കുക. ഇതിനൊക്കെ മേൽനോട്ടം വഹിക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറിനാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? റെസ്പോൺസിബിൾ ഫോർ സൂപ്പർവൈസിംഗ് ഇൻഷുറൻസ് ഓപ്പറേഷൻസ് ആൻഡ് ഡിസൈനിങ്, implementing and training hospital staff on insurance protocols. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, സൂപ്പർവൈസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കൽ സർവീസസ് ടു ഇൻഷുറൻസ് ആൻഡ് കോർപ്പറേറ്റ് പേഷ്യൻസ് ആൻഡ് കസ്റ്റമേഴ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. അതായത് നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വരുന്ന പേഷ്യൻസ്, മറ്റു കോർപ്പറേറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ്, പേഷ്യൻസ്, അവരുടെ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള എല്ലാ മെഡിക്കൽ സേവനങ്ങളും മേൽനോട്ടം വഹിക്കാം അല്ലെ. കോർപ്പറേറ്റ് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചില ആളുകൾക്ക് ഈ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ എംപ്ലോയ്മെന്റിന്റെ ഭാഗമായിട്ട് ഹെൽത്ത് കെയർ ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നു. പക്ഷെ കമ്പനി അവർക്ക് സ്പോൺസർ ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. എംപ്ലോയ്മെന്റിന്റെ ഭാഗമായിട്ട് അവർക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന പോലെ ഹെൽത്ത് ഇൻഷുറൻസ് ബെനിഫിറ്റുകളൊക്കെ ലഭിക്കും. അപ്പൊ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ കോർപ്പറേറ്റ് പേഷ്യൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളവർക്കും ഹോസ്പിറ്റലിൽ വരുന്ന മറ്റു പേഷ്യൻസിനും ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള എല്ലാ മെഡിക്കൽ സേവനങ്ങളിലും മേൽനോട്ടം വഹിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജർക്കാണ്. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്? പ്രോസസിംഗ് ഓഫ് പേഷ്യന്റ് ഇൻഷുറൻസ് ക്ലെയിംസ് അല്ലെ. ഓക്കെ, അതായത് ഈ പേഷ്യന്റിന്റെ എല്ലാ ഇൻഷുറൻസ് ക്ലെയിമുകളും കൃത്യമായിട്ട് പ്രോസസ് ചെയ്യാം. പിന്നെ ഇഫക്റ്റീവ് കൊളാബറേഷൻ വിത്ത് ഇൻഷുറൻസ് കമ്പനീസ്, ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കൊളാബറേറ്റ് ചെയ്ത് സഹകരിച്ച് പ്രവർത്തിക്കാം. നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ട്. ഓരോ പേഷ്യൻസിനും പല പല ഇൻഷുറൻസ് കമ്പനികളുടെ പല രീതിയിലുള്ള പോളിസികളായിരിക്കും ഓരോരുത്തർക്ക് ഉണ്ടാവുക അല്ലെ. അപ്പോ ഒരു ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറെ സംബന്ധിച്ച് അദ്ദേഹം എന്താണ്? വിവിധ ഇൻഷുറൻസ് കമ്പനികളൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, പിന്നെ ടു മാക്സിമൈസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റിന്റെ സംതൃപ്തി ഉയർത്തുക. അതായത് അവരുടെ ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ്സുകളൊക്കെ ഏറ്റവും ഫെസിലിറ്റേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, അവരുടെ ആ ഒരു സംതൃപ്തി അത് ഉറപ്പുവരുത്തുക. പിന്നെന്താണ്? ടു എൻഹാൻസ് ദ ഇമേജ് ഓഫ് ദ ഹോസ്പിറ്റൽ, അതിലൂടെ ഹോസ്പിറ്റലിന്റെ ആ ഒരു പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക. പിന്നെന്താണ്? ടു റിവ്യൂസ് ഇൻഷുറൻസ് ക്ലെയിംസ് ടു എൻഷുർ ആക്യുറസി അക്കോർഡിംഗ് ടു എഗ്രിമെന്റ് അല്ലെ. അതെ, ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എഗ്രിമെന്റ് അനുസരിച്ചിട്ടുള്ള ആ ഒരു ആക്യുറസി, കൃത്യത ഉറപ്പുവരുത്താനായിട്ട് ഇൻഷുറൻസ് ക്ലെയിമുകള് അവലോകനം ചെയ്യാം. അതായത് ചില ആളുകള് നമുക്കറിയാമോ, നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോ മനസ്സിലായി, ഓരോ ഇൻഷുറൻസ് പോളിസിയിലും ഓരോ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, ആ ടേംസ് ആൻഡ് കണ്ടീഷൻസിനനുസരിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് ക്ലെയിം ഉന്നയിക്കാനായിട്ട് പറ്റുള്ളൂ. അതാണ് അവിടെ പറഞ്ഞത്, എഗ്രിമെന്റിനനുസരിച്ച് ഉള്ള ആക്യുറസി ഉറപ്പുവരുത്തും. ചിലര് ആ ടേംസ് ആൻഡ് കണ്ടീഷൻസിന് പറഞ്ഞ പ്രകാരം അല്ലാത്ത രീതിയിലൊക്കെ ആയിരിക്കും ക്ലെയിംസുകൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത്. ആ എഗ്രിമെന്റ് അനുസരിച്ച് അതിനനുസരിച്ചുള്ള ആ ഒരു കൃത്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് ക്ലെയിമുകൾ എല്ലാം തന്നെ അവലോകനം ചെയ്യാം. അതായത് തെറ്റായ ക്ലെയിമുകളൊന്നും നടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്താം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. അതുപോലെ ടു റിപ്പോർട്ട് ക്രിട്ടിക്കൽ ഇഷ്യൂസ് ടു ദ മാനേജ്മെന്റ്, ഇപ്പൊ ഇൻഷുറൻസ് സംബന്ധമായിട്ട് വരുന്ന എന്ത് ഇഷ്യൂസുകളാണെങ്കിലും അത് മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക, മാനേജ്മെന്റിനെ അറിയിക്കാം. പിന്നെന്താണ്? ടു സബ്മിറ്റ് മന്ത്ലി റിപ്പോർട്ട്സ്, ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും മന്ത്ലി റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുക. പിന്നെ ടു അറ്റൻഡ് ആൻഡ് ഓർഗനൈസ് ഇൻഷുറൻസ് പ്രസന്റേഷൻ ഇന്റേണലി ഓർ എക്സ്റ്റേണലി എന്ന് പറഞ്ഞാല്
ഇന്റേണലി ഓർ എക്സ്റ്റേണലി എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥാപനത്തിനകത്തും പുറത്തുമായിട്ട് ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അറ്റൻഡ് ചെയ്യാം, ഓർഗനൈസ് ചെയ്യാം. ഓക്കെ, അതായത് ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആളുകൾക്ക് അവയർനെസ് കൊടുക്കാനായിട്ട് ഒന്നില്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനകത്ത് വെച്ചോ പുറത്തു വെച്ചോ പല പ്രസന്റേഷൻസുകൾ അവതരിപ്പിക്കുക, അത് ഓർഗനൈസ് ചെയ്യുക, അതുപോലെ അങ്ങനെയുള്ള പ്രോഗ്രാമുകളിലൊക്കെ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, പങ്കെടുക്കുക. പിന്നെ ടു കണ്ടക്ട് ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ്സ് വീക്കിലി, അതുപോലെ തന്നെ എല്ലാ ആഴ്ചയും ഡിപ്പാർട്ട്മെന്റൽ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാം. എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു അവലോകനം റിവ്യൂ ചെയ്യാനും റിപ്പോർട്ടുകൾ മറ്റും തയ്യാറാക്കാനും ക്ലിയറൻസിനൊക്കെ വേണ്ടിയിട്ട് ആഴ്ചതോറും ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ്സുകൾ കണ്ടക്ട് ചെയ്യാം. അതുപോലെ തന്നെ ടു മോണിറ്റർ ഇൻഷുറൻസ് ഡിസ്കൗണ്ട്സ് ആൻഡ് റിജക്ഷനുകൾ കേട്ടോ. ഇൻഷുറൻസ് ഡിസ്കൗണ്ടുകള്, ഇൻഷുറൻസ് റിജക്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക കേട്ടോ. ഓക്കെ, എന്തൊക്കെ ഓരോ ഇൻഷുറൻസ് പോളിസിയിൽ അതിൻ്റെതായ ഡിസ്കൗണ്ട്സുകൾ ഉണ്ടാവും, ചിലതിന് ചില ക്ലെയിം പ്രോസസ്സിംഗ് റിജക്ഷൻസ് വരാം. അപ്പൊ അങ്ങനെയുള്ള ഇൻഷുറൻസ് ഡിസ്കൗണ്ടുകൾ, റിജക്ഷൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് മോണിറ്റർ ചെയ്യാം. അതുപോലെ തന്നെ ടു മേക്ക് ഷുവർ ദാറ്റ് ഇൻഷുറൻസ് സ്കീംസ് ആർ അപ് ടു ഡേറ്റ് ഓൺ ദ സിസ്റ്റം, അതായത് ഹോസ്പിറ്റലിന്റെ ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ടല്ലോ, അതായത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് സിസ്റ്റത്തിലെല്ലാം തന്നെ എല്ലാ ഇൻഷുറൻസ് സ്കീമുകളും അപ് ടു ഡേറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, പിന്നെന്താണ് ടു പ്രൊവൈഡ് റിക്വയർഡ് ട്രെയിനിങ് ടു ദ സ്റ്റാഫ് അണ്ടർ സൂപ്പർവിഷൻ, അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്റ്റാഫുകൾക്കും ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുക. നമ്മൾ തുടക്കം പറഞ്ഞു, ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളില് അതിന് കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്റ്റാഫുകൾക്കും ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. Then assume new responsibilities as and when needed, ആവശ്യമുള്ളപ്പോൾ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള ചുമതലകൾ ഏറ്റെടുത്ത് നടത്തുക. ഇതൊക്കെയാണ് ഒരു ഇൻഷുറൻസ് എക്സിക്യൂട്ടീവിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പോയിന്റ്സുകള്? ഏതെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടോ? ഓക്കെ ആണോ? അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള പ്രോട്ടോകോൾസ്, പ്രൊസീജിയറുകള് അത് ഡിസൈൻ ചെയ്യാം അല്ലെ, അത് ഓർഗനൈസ് ചെയ്യാം, നടപ്പിലാക്കുക, അതിനാവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ ഹോസ്പിറ്റൽ സ്റ്റാഫിന് കൊടുക്കുക. അതുപോലെ തന്നെ കോർപ്പറേറ്റ് പേഷ്യൻസിനും ഹോസ്പിറ്റലിൽ വരുന്ന മറ്റു കസ്റ്റമേഴ്സിനും ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള എല്ലാവിധ മെഡിക്കൽ സേവനങ്ങൾക്കും മേൽനോട്ടം വഹിക്കുക. അതുപോലെ ഇൻഷുറൻസ് ക്ലെയിമുകൾ പ്രോസസ് ചെയ്യാം. വിവിധ ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് വളരെ നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കാം. അതിലൂടെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യാം, ഹോസ്പിറ്റലിന്റെ ഇമേജ് വർദ്ധിപ്പിക്കുക. അതുപോലെ എഗ്രിമെന്റ് പ്രകാരമുള്ള കൃത്യത ഉറപ്പാക്കാൻ ഇൻഷുറൻസ് ക്ലെയിമുകൾ അവലോകനം ചെയ്യാം. പിന്നെ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള എല്ലാ ക്രിട്ടിക്കൽ ഇഷ്യൂസും മാനേജ്മെന്റിനോട് റിപ്പോർട്ട് ചെയ്യുക, മന്ത്ലി റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻഷുറൻസ് പ്രസന്റേഷൻസുകൾ ഇന്റേണലി എക്സ്റ്റേണലി കണ്ടക്ട് ചെയ്യാം, അങ്ങനെയുള്ള പ്രസന്റേഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പിന്നെ ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ്സുകൾ ആഴ്ചതോറും നടത്തുക, ഇൻഷുറൻസ് ഡിസ്കൗണ്ടുകളും റിജക്ഷൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് മോണിറ്റർ ചെയ്യുക. അതുപോലെ സിസ്റ്റത്തില്, ഹോസ്പിറ്റലിന്റെ ഇൻഫർമേഷൻ സിസ്റ്റത്തില് എല്ലാ ഇൻഷുറൻസ് സ്കീമുകളും അപ് ടു ഡേറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ഈ പറയുന്ന ഇൻഷുറൻസ് പ്രോട്ടോകോൾസിനെ സംബന്ധിച്ച് സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം. ആവശ്യമുള്ളപ്പോൾ എന്താണ് അധിക ചുമതലകൾ നടത്തുക. ഓക്കെ, ഓക്കെ ആണോ? ക്ലിയർ ആണ് എല്ലാവർക്കും? ഇതോടുകൂടി നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. കുഴപ്പമില്ലാത്ത ചാപ്റ്റർ അല്ലേ? എളുപ്പമുള്ള ചാപ്റ്റർ അല്ലേ? നമ്മൾ കുറെ ടേംസിലാണ് തുടങ്ങിയത്. പിന്നെ നമ്മൾ ഇൻഷുറൻസ് പോളിസികളൊക്കെ പരിചയപ്പെട്ടു, അഡ്വാൻറ്റേജസ് ഒക്കെ കണ്ടു, IRDA വെയിറ്റിംഗ് പീരീഡ് കണ്ടു, വെയിറ്റിംഗ് പീരീഡിൽ വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ പ്രധാനമായിട്ടും 3 സ്കീമുകളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്, ESI, RSPY, അതുപോലെ തന്നെ CGHS കേട്ടോ. പിന്നെ അത് കമ്പയർ ചെയ്ത് പഠിക്കാം. അതുപോലെ ഇൻഷുറൻസ് ക്ലെയിം എങ്ങനെയാണ്, അതിന്റെ പ്രോസസ്, അതിന്റെ വിവിധ സ്റ്റെപ്പുകൾ നമ്മൾ മനസ്സിലാക്കി. ദെൻ നമ്മൾ ലാസ്റ്റ് പഠിച്ചത് ഈ ഒരു ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയൊരു ചാപ്റ്റർ നമുക്ക് തുടങ്ങാം കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ക്വാളിറ്റി മാനേജ്മെന്റ് കേട്ടോ. ഓക്കെ, ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത്. ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ലാസ്റ്റ് മീൻസ് ഞാൻ എടുക്കുന്ന ലാസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, കുറച്ച് വലിയ ചാപ്റ്റർ ആണ്, കുഴപ്പമില്ല എന്നാലും കേട്ടോ. ക്വാളിറ്റി മാനേജ്മെന്റ് പേജ് നമ്പർ ഒന്ന് മെൻഷൻ ചെയ്യോ ആരെങ്കിലും? എല്ലാവർക്കും എടുത്തു വെക്കായിരുന്നു. ക്വാളിറ്റി മാനേജ്മെന്റ് ഓക്കെ 51 ആണ് കേട്ടോ. ഓക്കെ, എല്ലാവരും എടുത്തു വെച്ചോളൂ. 51
ക്വാളിറ്റി മാനേജ്മെന്റ്. ഈ ചാപ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ 3rd മൊഡ്യൂളിൽ ഒരു ചാപ്റ്റർ പഠിച്ചിരുന്നു, ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് NABH. ഓർമ്മയില്ലേ? ഓക്കെ. ആ ഒരു ചാപ്റ്ററുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വേറൊരെണ്ണമാണ് കേട്ടോ ക്വാളിറ്റി മാനേജ്മെന്റ്. അവിടെ നമ്മൾ പഠിച്ച കുറെ കാര്യങ്ങൾ ഇവിടെയും വരുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെ JCA പറ്റിയും NABH പറ്റിയൊക്കെ പറഞ്ഞു. ആ NABHന്റെ സെയിം കണ്ടന്റ് തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ JCA പറ്റി വളരെ ചെറിയ രീതിയിൽ മാത്രമാണ് പഠിച്ചത്. ഇവിടെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ അവിടെ നമ്മൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ജസ്റ്റ് ഏതൊക്കെയാണ് 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഇവിടെ നമ്മൾ അതിന്റെ ഫോർമുലകളാണ് പഠിക്കുന്നത്. അതേ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിന്റെ തന്നെ ഫോർമുലകളാണ് ഇവിടെ പഠിക്കുന്നത് കേട്ടോ. കുറെ കാര്യങ്ങളൊക്കെ സെയിം ആണ്, കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ക്വാളിറ്റി മാനേജ്മെന്റ് കേട്ടോ. ക്വാളിറ്റി മാനേജ്മെന്റ് നമ്മൾ ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ടേംസുകൾ ആ ചാപ്റ്ററിൽ പഠിച്ചു അല്ലെ. ക്വാളിറ്റി കൺട്രോള്, ക്വാളിറ്റി അഷ്വറൻസ് അല്ലെ, ഓക്കെ, ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, ക്വാളിറ്റി കെയർ അല്ലെ. ഇതൊക്കെ എന്താണ്? ക്വാളിറ്റി മാനേജ്മെന്റിന്റെ വിവിധ കമ്പോണന്റുകളാണ് അല്ലെ. അതായത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ കൊടുക്കുന്ന സേവനങ്ങള് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ, ഒരു സർവീസ് ആയിക്കോട്ടെ, അത് ഏറ്റവും ക്വാളിറ്റിയോട് കൂടി പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ക്വാളിറ്റി മാനേജ്മെന്റിനോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൽ വരുന്ന കമ്പോണന്റുകളാണ് നമ്മുടെ ക്വാളിറ്റി അഷ്വറൻസ്, ക്വാളിറ്റി കൺട്രോള്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, ക്വാളിറ്റി കെയർ അല്ലെ, ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഒക്കെ പറഞ്ഞത് അതിൽ വരുന്ന വിവിധ കമ്പോണന്റുകളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. വാട്ട് ഈസ് ക്വാളിറ്റി? എന്താണ് ക്വാളിറ്റി? നമ്മൾ അവിടെ ക്വാളിറ്റി എന്താന്ന് ഓൾറെഡി പഠിച്ചിരുന്നു അല്ലെ. അവിടെ കുറച്ച് ഒതന്റിക് ആയിട്ടാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അതായത് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് അത് ആളുകളുടെ ആവശ്യങ്ങളെ എത്രത്തോളം സംതൃപ്തമാക്കുന്നു അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്നു എന്നതിന്റെ അളവ് അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തി, ഡിഗ്രി, അതിനെയാണ് നമ്മൾ ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ അവിടെ പഠിച്ചത് അല്ലെ. ക്വാളിറ്റിനെ നമ്മൾ അങ്ങനെയാണ് അവിടെ ഡിഫൈൻ ചെയ്തത്. ഓക്കെ, ഇവിടെ നമ്മൾ വളരെ ഓർഡിനറി ലെവലിൽ പറയുകയാണ്. സാധാരണ രീതിയിൽ എന്താണ് ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി, ടു ദ ഓർഡിനറി പേഴ്സൺ ക്വാളിറ്റി ഈസ് ഹൗ ഗുഡ് സംതിങ് ഈസ്. ദിസ് ക്യാൻ ബി എ സർവീസ്, എക്സാമ്പിൾ കാന്റീൻ സർവീസ്, or a product, example wrist watch അല്ലെ. അതായത് നമ്മൾ ഒരു സാധാരണ രീതിയിൽ നമ്മളോടായാലും ചോദിക്കുന്നത് എന്താണ് ക്വാളിറ്റി എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തായിരിക്കും പറയാ? അതായത് ഒരു വസ്തു അത് എത്രത്തോളം നല്ലതാണ്, അതാണ് നമ്മൾ അതിന്റെ ക്വാളിറ്റി ആയിട്ട് പറയുന്നത് അല്ലെ. ഇപ്പൊ ഒരു പ്രോഡക്റ്റ് ആവാം അല്ലെങ്കിൽ ഒരു സർവീസ് ആവാം. ഫോർ എക്സാമ്പിൾ ഒരു കാന്റീൻ സർവീസ് അല്ലെ. ഇപ്പൊ നമ്മൾ പറയാണ് ഒരു കാന്റീൻ സർവീസ് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു സർവീസ് ആണ് എന്ന് നമ്മൾ പറയുന്നത് ചിലപ്പോൾ എന്തുകൊണ്ടായിരിക്കും? പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഒന്ന്, ഒരു പക്ഷെ അവിടെ നല്ല ക്വാളിറ്റി ഉള്ള ഭക്ഷണമായിരിക്കാം അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവാം. വളരെ ഹൈജീനിക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കാം ഒരു പക്ഷെ അവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവാം. പിന്നെ എല്ലാവർക്കും അതെ നീറ്റ് ആയിട്ടായിരിക്കാം അല്ലെ. പലരും പല രീതിയായിരിക്കാം, പല കാരണങ്ങൾ കൊണ്ടാവാം. ചിലപ്പോൾ വളരെ ഹോസ്പിറ്റാലിറ്റിയോട് കൂടിയിട്ടായിരിക്കും അവിടുത്തെ ആളുകള് നമുക്ക് ഫുഡ് സെർവ് ചെയ്യുന്നുണ്ടാവാം അല്ലെ. പിന്നെന്താണ്, പിന്നെ ഈ പറയുന്ന പോലെ ഹൈജീനിക് ആയിട്ടായിരിക്കാം. പിന്നെ അഫോർഡബിൾ ആയിരിക്കാം, എല്ലാ ആളുകൾക്കും ഒരുപോലെ അഫോർഡബിൾ, അത് തന്നെ ക്വാണ്ടിറ്റി ഒക്കെ കറക്റ്റ് ആണ്. അത്യാവശ്യം നമ്മൾക്ക് അഫോർഡബിൾ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന് ഒരു ക്വാണ്ടിറ്റി അതിനനുസരിച്ചുള്ള ഒരു ഫുഡും കാര്യങ്ങളും അവിടെ സപ്ലൈ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം നമ്മളതൊരു ക്വാളിറ്റി ഉള്ള ഒരു സർവീസ് ആണെന്ന് പറയുന്നത് അല്ലെ. സർവീസ് മാത്രമല്ല ഒരു പ്രോഡക്റ്റും അങ്ങനെ തന്നെയാണ് അല്ലെ. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. ഇവിടെ എ പേഴ്സൺസ് ജഡ്ജ്മെന്റ് അബൌട്ട് എ സർവീസ് ഓർ പ്രോഡക്റ്റ് ദാറ്റ് റിലേറ്റ്സ് ഓൺ വാട്ട് ഹി ഹോപ്സ് ഫോർ ഇറ്റ് ഓർ ഫ്രം ഇറ്റ്. സം ഓഫ് ദ വേർഡ്സ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ക്വാളിറ്റി ആണ്. ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം, ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസിന്റെ ക്വാളിറ്റിയെ പറ്റിയിട്ടുള്ള ഒരു വ്യക്തിയുടെ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് അത് ആ ഒരു വ്യക്തി അതിൽ നിന്നും എന്താണോ പ്രതീക്ഷിക്കുന്നത്, എന്താണോ അവരത് ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു ക്വാളിറ്റി പറയുന്നത്. ശരിയല്ലേ? ഇപ്പൊ ഞാൻ പറയാണ്, ഞാൻ നിങ്ങളോട് ഒരു പ്രോഡക്റ്റ് വാങ്ങി, എന്നിട്ട് ഞാൻ പറയാണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ, നിങ്ങളത് വാങ്ങിച്ചു എന്ന് ഞാൻ പറയാണ്. ഞാൻ എന്തുകൊണ്ടായിരിക്കും അത് ക്വാളിറ്റി ഉള്ളതാന്ന് പറയാൻ കാരണം എന്റെ ചില ആവശ്യങ്ങള് അല്ലെങ്കിൽ എന്റെ ചില പ്രതീക്ഷകൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കത് ക്വാളിറ്റി ഉള്ളതായിട്ട് മാറിയത്. ശരിയല്ലേ? എന്ന് കരുതി നിങ്ങൾക്കത് ക്വാളിറ്റി ഉണ്ടാകുന്ന നിർബന്ധമില്ല അല്ലെ. നിങ്ങൾ ആ ഒരു പ്രോഡക്റ്റിൽ നിന്ന് എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്
അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലേ നിങ്ങൾക്കത് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആയിട്ട് മാറുള്ളൂ അല്ലേ? അതായത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കുന്നില്ല, ഓരോരുത്തരുടെ പെർസെപ്ഷൻ വ്യത്യസ്തമാണ് അല്ലെ. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ക്വാളിറ്റി പറയുന്നത്. ഇപ്പൊ നേരത്തെ കാന്റീൻ സർവീസ് തന്നെ എടുക്കും. അപ്പൊ ഞാൻ പറയാണ് ആ കാന്റീൻ സർവീസ് നല്ല സർവീസാണ്. ഞാൻ ചിലപ്പോ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നറിയോ? അവർ നല്ല ഹോസ്പിറ്റാലിറ്റിയോട് കൂടിയിട്ടാണ് അവർ ആ ഒരു ഫുഡൊക്കെ തരുന്നത്. പിന്നെ അഫോർഡബിൾ പ്രൈസ് ആയിരിക്കും. ഞാൻ കണ്ട ക്വാളിറ്റി അതായിരിക്കും. കാര്യം ഞാൻ അതാണ് അതിന് എക്സ്പെക്ട് ചെയ്തത്, അതെനിക്ക് അവിടെ സാറ്റിസ്ഫൈഡ് ആണ്. ഇന്ന് കരുതി നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കുന്നില്ല. നിങ്ങൾ ചിലപ്പോൾ വേറെ പല ക്രൈറ്റീരിയാസിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആയിട്ട് മാറുള്ളൂ, അല്ലെങ്കിൽ സർവീസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഓരോരുത്തരുടെ കൺസെപ്ഷൻ അനുസരിച്ച് ക്വാളിറ്റി വ്യത്യാസം ഉണ്ടെന്നുള്ളത് ഓർത്തു വയ്ക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി സം ഓഫ് ദ വേർഡ്സ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ക്വാളിറ്റി. നമ്മൾ ക്വാളിറ്റി യൂസ് ചെയ്യാൻ, മീൻസ് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ സാധാരണ നമ്മുടെ ലൈഫിലൊക്കെ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ഓർ അട്രാക്റ്റീവ്, പല രീതിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു. ഈ പറയുന്ന വേർഡ്സുകളെല്ലാം ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി മീൻ ചെയ്യുന്നത് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസിന്റെ ക്വാളിറ്റിനെയാണ് അല്ലെ. ഓക്കെ, നോക്കി, ബ്യൂട്ടിഫുൾ ഓർ അട്രാക്റ്റീവ്, അല്ലെങ്കിൽ ഡ്യൂറബിൾ ആണ്. ചിലവർ പറയുമ്പോൾ ഡ്യൂറബിൾ ആണെന്ന് പറയും, അതിന്റെ ക്വാളിറ്റിയാണ് നമ്മൾ അവിടെ പറയുന്നത് അല്ലെ. ഓക്കെ, ദെൻ പറയും ചിലവർ പറയും മീറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, എല്ലാ സ്റ്റാൻഡേർഡുകളും മീറ്റ്. നമ്മൾ പൊതുവെ ഡ്രസ്സ്, ചപ്പൽസ് ഒക്കെ വാങ്ങുമ്പോൾ ബ്രാൻഡഡിന്റെ ഒക്കെ കാര്യം പറയാം, ബ്രാൻഡഡ് ഐറ്റം ആണ്. ദാറ്റ് മീൻസ് ദാറ്റ് മീറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, എല്ലാ സ്റ്റാൻഡേർഡുകളും അത് മീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അവിടെ എന്താ എക്സ്പ്രസ് ചെയ്യുന്നത്? ക്വാളിറ്റിയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെ. ചിലപ്പോ ഫുഡിന്റെ കാര്യമൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും ഹെൽത്തി ആണെന്ന് പറയും അല്ലെ. ഓക്കെ, എന്താണ് അവിടെ പറയുന്നത്? ക്വാളിറ്റിനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറയും വാല്യൂ ഫോർ മണി അല്ലെ. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഉണ്ട്, നമ്മൾ ചെലവാക്കുന്ന ആ ഒരു എമൗണ്ടിനുള്ളതുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? വാല്യൂ ഫോർ മണി. ദാറ്റ് മീൻസ് അവിടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ക്വാളിറ്റിനെയാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ കേട്ടോ. അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേട്ടോ. Though different words are used to describe the quality, we would describe it as the extent to which a product or service contains a person or a group. That means how much satisfaction the person receives from the service. നേരത്തെ പറഞ്ഞ കാര്യമാണ് കേട്ടോ. അതായത് നമ്മളൊരു ക്വാളിറ്റി, പല വേർഡ്സ് ഒക്കെ നമ്മൾ പറയും ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട്. എങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യങ്ങള് അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകൾ അത് എത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, മീറ്റ് ചെയ്യുന്നുണ്ട് എന്നതിനനുസരിച്ചിട്ടാണ് നമ്മളൊരു ക്വാളിറ്റി പറയുന്നത്. അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്വാളിറ്റി എന്താന്നുള്ളത് മനസ്സിലായി. ഇനി നമ്മൾ പൊതുവെ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു വാക്കാണ്, നമ്മൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുമ്പോൾ തൊട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ക്വാളിറ്റി ഓഫ് കെയർ അല്ലെ. എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അല്ലെ, ക്വാളിറ്റി ഓഫ് കെയർ. എന്താണ് ക്വാളിറ്റി ഓഫ് കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? നമുക്ക് അതാണ് പഠിക്കേണ്ടത് അല്ലെ. നമ്മൾ ക്വാളിറ്റി നോക്കേണ്ടത് നമ്മുടെ ഹോസ്പിറ്റൽ സർവീസ് അല്ലെങ്കിൽ ആ പരിചരണത്തിന് കൊടുക്കുന്ന ക്വാളിറ്റിയാണ് നമുക്ക് പഠിക്കേണ്ടത്. സോ വാട്ട് ഈസ് മീൻഡ് ബൈ ക്വാളിറ്റി ഓഫ് കെയർ? എന്താണ് ക്വാളിറ്റി ഓഫ് കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അപ്പൊ പല രീതിയിലാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത് കേട്ടോ. നോക്കാം. When we say quality of care, we mean health care activities that may in the medical, nursing, laboratory fields, etc. execute daily to benefit our patients without causing harm to them. ഓക്കെ, ഒന്നാമത്തെ പെർസെപ്ഷൻ ആണ് പറയുന്നത്. ഒരു രീതിയിൽ, ഒരു വ്യൂ പോയിന്റിലൂടെ നമ്മൾ എങ്ങനെയാണ് ഒരു കെയർ അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറഞ്ഞാൽ എന്താണ് അവർ പറയുന്നത്? നമ്മൾ ഈ പറയുന്ന മെഡിക്കൽ, നഴ്സിംഗ്, ലബോറട്ടറി, ഈ പറയുന്ന 3 ഫീൽഡുകളിൽ നിന്നുള്ള ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ അത് പേഷ്യൻസിന് ഏറ്റവും ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ, എന്ന് വെച്ചാൽ അവർക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഡെയിലി നമ്മൾ സെർവ് ചെയ്യുന്നതിനെയാണ് ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? അതായത് ഒരു മെഡിക്കൽ, നഴ്സിംഗ്, ലബോറട്ടറി, ഈ 3 ഫീൽഡ് എന്ന് പറയുമ്പോൾ ഓവറോൾ ഹോസ്പിറ്റൽ ആയി കഴിഞ്ഞു അല്ലെ. അവിടെ നിന്ന് ഈ 3 ഫീൽഡിൽ നിന്നും കൊടുക്കുന്ന ആരോഗ്യ സംരക്ഷണ സേവനങ്ങള് അത് പേഷ്യൻസിന് ഏറ്റവും ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ, അവർക്ക് ഒരിക്കലും ഒരു നഷ്ടം ഉണ്ടാക്കാതെ, അവർക്ക് ഒരിക്കലും ഒരു ഹാംഫുൾ മീൻസ് ഒരു ഇഞ്ചുറി ഒന്നും ഉണ്ടാക്കാതെ അവർക്ക് ഏറ്റവും നല്ലൊരു പരിചരണം അത് 1-2 ദിവസം കൊടുത്തുകൊണ്ട് കാര്യമില്ല, ഡെയിലി കൊടുക്കുന്നതിനെയാണ് നമ്മൾ ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറയുന്നത്. ഇപ്പൊ 1-2 ദിവസം ആ ഒരു കെയർ കൊടുത്തുകൊണ്ട് അത് ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു കൺസിസ്റ്റന്റ് ആയിട്ട് പതിവായിട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കണം, എങ്കിലേ നമുക്ക് അതിന്റെ ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് അങ്ങനെ പറയും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, when we say quality of care, we mean health care activities
that we in the medical, nursing, laboratory fields etc. execute daily to benefit our patients without causing harm to them. Okay, ഇനി വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ quality of care requires that we pay the attention to the requirements of patients and clients. അല്ലെ, നമ്മളൊരു ക്വാളിറ്റി ഓഫ് കെയർ ആണ് എങ്കിൽ എന്ന് പറയണമെങ്കിൽ ഓക്കെ, ജസ്റ്റ് അതൊന്ന് വായിക്കൂ കേട്ടോ. പിന്നെ ജസ്റ്റ് ഒന്ന് വായിക്കൂ. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് യെസ്, ഒരു ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറയുമ്പോൾ അതിന് എന്ത് ആവശ്യമാണ്, നമ്മുടെ പേഷ്യൻസിന്റെ അല്ലെങ്കിൽ ക്ലയൻസിന്റെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു ക്വാളിറ്റി ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം, അവരുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് അത് ക്വാളിറ്റി ഉള്ളതായിട്ട് മാറുള്ളൂ. അപ്പൊ ആദ്യം നമ്മളൊരു ക്വാളിറ്റി ഓഫ് കെയറിനെ പറ്റി പറയുമ്പോൾ ആദ്യം പേഷ്യൻസിന്റെ ക്ലയൻസിന്റെ ആവശ്യങ്ങൾ എന്താണ് അതിന് നമ്മൾ എന്ത് കൊടുക്കണം, അറ്റൻഷൻ കൊടുക്കണം. എന്നിട്ട് അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ കെയർ കൊടുക്കുമ്പോഴാണ് അതെന്തായിട്ട് മാറുള്ളൂ, ക്വാളിറ്റി ഓഫ് കെയർ ആയിട്ട് മാറും. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നെന്താണ്, വി മസ്റ്റ് ആൾസോ യൂസ് methods that have been verified to be safe, affordable and can lessen deaths, illness and disability. ഓക്കെ, പിന്നെ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ പേഷ്യൻസിനെ ഏറ്റവും സേഫ് ആയിട്ട്, ഏറ്റവും അഫോർഡബിൾ ആയിട്ട്, അതുപോലെ തന്നെ മരണം, ഇഞ്ചുറി, അതുപോലെ ഡിസേബിലിറ്റി അതൊക്കെ കുറയ്ക്കുന്ന രീതിയിലുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു പരിചരണം കൊടുക്കുമ്പോഴാണ് അതൊരു ക്വാളിറ്റി ഓഫ് കെയർ ആയിട്ട് മാറുന്നത്. കണ്ടോ, പല പല രീതിയിൽ അതിനെ ഡിഫൈൻ ചെയ്യാണ്. ഓക്കെ, പിന്നെന്താണ്, we are expected to practice as stated into set standards as laid down by the clinical guidelines and protocols. അതിനെല്ലാത്തിനേക്കാൾ ഉപരി നമ്മൾ കൊടുക്കുന്ന പരിചരണം അത് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകള്, മാർഗനിർദ്ദേശങ്ങള് അനുസരിച്ചായിരിക്കണം. ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതൊരു ക്വാളിറ്റി ഓഫ് കെയർ ആണെന്ന് പറയാം. ക്ലിയർ ആയോ? പല രീതിയിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. ഒന്ന് നമ്മൾ പറഞ്ഞ എന്താണ്, മെഡിക്കൽ, നഴ്സിംഗ്, ലാബ് ഈ 3 വിഭാഗങ്ങളിൽ നിന്നുള്ള ആരോഗ്യ സംരക്ഷണ സേവനങ്ങള് രോഗികൾക്ക് ഏറ്റവും പ്രയോജനകരമാവുന്ന രീതിയിൽ പതിവായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു ക്വാളിറ്റി ഓഫ് കെയർ ആണ്. അതുപോലെ ഒരു ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറയണമെങ്കിൽ ആദ്യം നമ്മൾ പേഷ്യൻസിന്റെ, ക്ലയൻസിന്റെ ആവശ്യങ്ങൾ എന്താണോ അതിന് നമ്മൾ ഫോക്കസ് കൊടുക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു അവരുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ അറ്റൻഷൻ കൊടുക്കണം. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരമാവധി ഈ പറയുന്ന ഏറ്റവും സേഫ് ആയിട്ടുള്ള, അഫോർഡബിൾ ആയിട്ടുള്ള മരണം അല്ലെങ്കിൽ ഇഞ്ചുറി, ഡിസേബിലിറ്റി എന്നിവയെല്ലാം തന്നെ കുറയ്ക്കുന്ന രീതിയിൽ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു പരിചരണം കൊടുക്കുകയാണെങ്കിൽ അതൊരു ക്വാളിറ്റി ഓഫ് കെയർ ആണ്. അതുപോലെ തന്നെ എന്ത് പരിചരണങ്ങളും നമ്മൾ കൊടുക്കുമ്പോൾ എന്താണ്, ശരിയായ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, പരിചരണം കൊടുക്കേണ്ടത്. ഇതെല്ലാം ഉണ്ടെങ്കിൽ എന്ത് പറയാം, നമുക്ക് അതൊരു ക്വാളിറ്റി ഓഫ് കെയർ ആണെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി നോക്കാം, വിത്ത് ക്വാളിറ്റി ഓഫ് കെയർ വി ഡു ദ എക്സാക്ട് തിങ്സ് അറ്റ് ദ എക്സാക്ട് ടൈം. നമുക്ക് അപ്പൊ ഒരു ക്വാളിറ്റി ഓഫ് കെയറോട് കൂടി നമുക്ക് ശരിയായ കാര്യങ്ങൾ ശരിയായ സമയത്ത് കൊടുക്കാൻ പറ്റും. അതായത് പേഷ്യൻസിന് നല്ല സർവീസുകള് അവർക്ക് എക്സാക്ട് ടൈമില് എക്സാക്ട് കാര്യങ്ങള് കറക്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും.
അല്ലെ? അതിനെയും നമുക്ക് ക്വാളിറ്റി എന്ന് പറയാം അല്ലെ? കറക്റ്റ് ആയിട്ട് ഒരു പേഷ്യന്റ് വരുമ്പോൾ അവരുടെ എമർജൻസിക്ക് അനുസരിച്ച് കറക്റ്റ് ആയിട്ട് കറക്റ്റ് സമയത്ത് അവർക്ക് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതും എന്ത് തന്നെയാണ്? ക്വാളിറ്റി ഓഫ് കെയറിന്റെ ഭാഗമാണ് അല്ലെ? വി ചെക്ക് ദ പേഷ്യന്റ് പ്രോംപ്റ്റ്ലി, മേക്ക് ദ റൈറ്റ് ഡയഗ്നോസിസ് ആൻഡ് ഗിവ് ദ ആക്റ്റീവ് ട്രീറ്റ്മെന്റ് അല്ലെ? അതെ, ശരിയാണ്. നമ്മൾ എന്ത് ചെയ്യാണ്? പേഷ്യൻസിനെ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യുന്നു, അവരുടെ കറക്റ്റ് സമയത്ത് നമ്മൾ ഡയഗ്നൈസ് ചെയ്യുന്നു, അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ? അതുകൊണ്ടാണ് എക്സാക്ട് തിങ്സ് അറ്റ് എക്സാക്ട് ടൈം എന്ന് പറഞ്ഞത്. നമുക്കറിയാം, നമ്മൾ എന്താ അസുഖം വന്നാലും കറക്റ്റ് ഡയഗ്നോസിസ് നടത്തണം അല്ലെ? അത് കറക്റ്റ് സമയത്ത് കറക്റ്റ് ആയിട്ട് രോഗം ഡയഗ്നൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കാനും നമുക്ക് രോഗിയെ ബെറ്റർ ആക്കാനും പറ്റുള്ളൂ അല്ലെ? Okay, with the quality of care, we keep on enhancing our standard of services till the excellence is got കേട്ടോ. അപ്പൊ ഈ ഒരു ക്വാളിറ്റി ഓഫ് കെയറോട് കൂടി നമ്മൾ ആ ഒരു സേവനങ്ങളിലെ സ്റ്റാൻഡേർഡ് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? എൻഹാൻസ് ചെയ്തുകൊണ്ടിരിക്കണം. ഏതുവരെ? till the excellence is got, ഏറ്റവും മികച്ചതാക്കുന്നത് വരെ നമ്മൾ ഹെൽത്ത് സർവീസുകളുടെ സ്റ്റാൻഡേർഡുകൾ എൻഹാൻസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് ഫോക്കസ് ചെയ്തുകൊണ്ട്, ക്വാളിറ്റി ഓഫ് കെയർ ഫോക്കസ് ചെയ്തുകൊണ്ട്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, എല്ലാവരും ബോറടിച്ചിരിക്കുകയാണോ? മടുത്തോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് കമ്പോണൻസ് ഓഫ് ക്വാളിറ്റി ഹെൽത്ത് സർവീസസ്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒരു ക്വാളിറ്റി ഹെൽത്ത് സർവീസസിന്റെ കമ്പോണൻസുകൾ എന്തൊക്കെയാണ്? നമ്മൾ പറയാണ് ഒരു ഹെൽത്ത് സർവീസ് ഒരു ക്വാളിറ്റി ഉള്ളതാണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ പരിഗണിക്കേണ്ട കമ്പോണൻസുകൾ എന്തൊക്കെയാണ്? എങ്ങനെയായിരിക്കണം ആ കമ്പോണൻസുകൾ? ഓക്കെ, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ക്വാളിറ്റി ഹെൽത്ത് സർവീസ് ഹാസ് മെനി പാർട്സ്. വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് these in order to refine the quality of care. The parts are listed in the box below and we shall look briefly at each of the parts. കേട്ടോ. അപ്പൊ പ്രധാനമായിട്ടും 9 കമ്പോണന്റുകളാണ് അതിനകത്ത് വരുന്നത് കേട്ടോ. എന്താണ് നമ്മൾ പറയുന്നത്? 9 components of quality health services. ഒരു ക്വാളിറ്റി ഉള്ള എന്താണ് ഹെൽത്ത് സർവീസസിന്റെ കമ്പോണന്റുകളാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് 9 കമ്പോണന്റുകളാണ് അതിനകത്ത് പഠിക്കാനുള്ളത് കേട്ടോ. ഫസ്റ്റ് എന്താണ്? ആക്സസ് ആണ്. ഓക്കെ, ആക്സസ്. Then second one, technical competence. Okay. Then third one, equity. Okay, equity എന്ന് പറഞ്ഞാൽ എന്താണ്? തുല്യത. Okay. Then effectiveness, ഫലപ്രാപ്തി അല്ലെ? Then efficiency, കാര്യക്ഷമത. പിന്നെ continuity അല്ലെ? തുടർച്ച. Then safety. Okay. Equality. Okay. Equity അല്ലെങ്കിൽ equality കറക്റ്റ് ആണ് കേട്ടോ. സേഫ്റ്റി എന്താണ്? സേഫ്റ്റി, സുരക്ഷിതത്വം. Then interpersonal relations അല്ലെ? മറ്റുള്ള ആളുകളുമായിട്ടുള്ള ആ ഒരു റിലേഷൻസ്. Then amenities. Amenities എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെസിലിറ്റീസ് ആണ് കേട്ടോ, സൗകര്യങ്ങളാണ് കേട്ടോ. amenities എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റീസ് എന്നാണ് അർത്ഥം. ഇത്രയുമാണ് 9 കമ്പോണന്റ്. ഈ 9 കമ്പോണന്റുകൾ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതൊരു ക്വാളിറ്റി ഉള്ള ഹെൽത്ത് സർവീസസ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ പോയിന്റുകളാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. പോയിന്റുകളാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ആ പോയിന്റുകളുടെ എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, വേറെ വലിയ വലിയ പോയിന്റുകളൊന്നും അതിനകത്ത് പറയുന്നില്ല കേട്ടോ. ഒന്നാമത്തെ നമുക്ക് നോക്കാം, ആക്സസ് ആണ്. ആക്സസ് ടു സർവീസ് ആണ് അല്ലെ? ആക്സസ് ചെയ്യാന്ന് പറഞ്ഞ എന്താണ്? അവൈലബിൾ ആക്കുക, എൻട്രി എന്നൊക്കെയുള്ള ഒരർത്ഥമാണ് കേട്ടോ. നോക്കാം, everyone should have an entry to the quality health care. എല്ലാ ആളുകൾക്കും ഒരു ക്വാളിറ്റി ഉള്ള ആരോഗ്യ പരിചരണം ലഭിച്ചിരിക്കണം അല്ലെ? അവിടെ എല്ലാ ആളുകളും ഒരുപോലെയാണ്. ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഹെൽത്ത് സർവീസ് ലഭിക്കാനായിട്ട് എല്ലാ ആളുകൾക്കും എന്താണ്? ഒരേപോലെ അവകാശമുണ്ട് അല്ലെ? അവിടെ പാവപ്പെട്ടവനാണെന്നോ അല്ലെങ്കിൽ പണക്കാരനാണെന്നോ അങ്ങനെയില്ല. ഒരു ക്വാളിറ്റി ഹെൽത്ത് സർവീസ് എല്ലാവർക്കും ആക്സസിബിൾ ആവണം. അങ്ങനെ ആക്സസിബിൾ ആകുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഹെൽത്ത് സർവീസ് ക്വാളിറ്റി ഉള്ളതാണെന്ന് പറയാൻ പറ്റുള്ളൂ. കുറച്ച് വിഭാഗങ്ങൾക്ക് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റും. ചില വിഭാഗങ്ങൾക്ക് അത് ഒരിക്കലും ആക്സസ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ നമുക്ക് അതിനൊരു ക്വാളിറ്റി ഉള്ള ഹെൽത്ത് സർവീസ് ആണെന്ന് ഒരു കാരണവശാലും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ആക്സസ് മീൻസ് എൻട്രി എന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ എന്താണ് എൻട്രി ഓർ ആക്സസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ
to obtain health services. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ആ ഒരു ഡെഫിനിഷൻ ആണത്. എന്താണ് ആക്സസ് ഓർ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് an ability or opportunity of an individual to obtain the health services. അതായത് ഹെൽത്ത് സർവീസസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തിയുടെ ആ ഒരു അവസരം അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റി, അതിനെയാണ് നമ്മൾ ആക്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്സസ് തന്നെയാണ് എൻട്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, എൻട്രി ഓർ ആക്സസ് മീൻസ് ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓർ ഓപ്പർച്യൂണിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു ഒബ്റ്റെയിൻ ഹെൽത്ത് സർവീസസ്. ഒരു ഹെൽത്ത് സർവീസസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തിയുടെ അവസരം, ഓപ്പർച്യൂണിറ്റി, എബിലിറ്റി, അതിനെയാണ് നമ്മൾ എന്ത് ആക്സസ് അഥവാ എൻട്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അവിടെ നോട്ട് ചെയ്യുന്ന മറ്റൊരു പോയിന്റ് ഇതാണ്, സം ഓഫ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ എഫക്ട് എൻട്രി. ഈ പറയുന്ന എൻട്രി അല്ലെങ്കിൽ ആക്സസിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണ് അത് ചോദിക്കും. പ്രധാനമായിട്ടും ആക്സസിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഡിസ്റ്റൻസ് ആണ്, സെക്കൻഡ് വൺ ഫിനാൻഷ്യൽ ആണ്, തേർഡ് വൺ കൾച്ചർ, ബിലീഫ്സ് ആൻഡ് വാല്യൂസ് ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? ഡിസ്റ്റൻസ്, ദൂരം. ദൂരം എങ്ങനെയാണ് ആക്സസ് ആയിട്ട് കണക്റ്റഡ് ആകുന്നത്? നോക്കിയേ, ഫോർ എക്സാമ്പിൾ, where a health facility is situated far away or it is difficult to get transport to that facility, access to quality health care becomes a problem. ശരിയാണ് അല്ലെ? ഇപ്പൊ നല്ല ക്വാളിറ്റി കെയർ കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്, പക്ഷെ ആ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് ദൂരെയാണ്, അല്ലെങ്കിൽ അവിടേക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റികൾ ഒന്നും ഇല്ല എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എത്ര നല്ല പരിചരണം കൊടുത്താലും അത് ആളുകൾക്ക് ആക്സസിബിൾ ആവോ? എല്ലാവർക്കും ഒരുപോലെ ആക്സസിബിൾ ആവോ? ഇല്ല. അപ്പൊ അതെന്താണ്? അപ്പൊ അവർക്ക് ഒരു ക്വാളിറ്റിയുള്ള ഹെൽത്ത് സർവീസ് കിട്ടുമോ? ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞ ഡിസ്റ്റൻസ് ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ ആണ് അല്ലെ? ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് ദാറ്റ് അഫക്ട് ആക്സസ് കേട്ടോ. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം ഫിനാൻഷ്യൽ ആണ്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും ഒരു പ്രധാനപ്പെട്ടതാണ് അല്ലെ? എക്സാമ്പിൾ, വെർ പീപ്പിൾ കനോട്ട് പേ ഫോർ ദ സർവീസസ് റെൻഡേർഡ്. ഇപ്പൊ അവർക്ക് ലഭിക്കുന്ന സേവനങ്ങൾക്ക് അവർക്ക് എന്ത് കൊടുക്കാനില്ല? പേയ്മെന്റ്, അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റെബിലിറ്റി കാരണം കൊണ്ട് അവർക്ക് ലഭിക്കുന്ന സേവനങ്ങൾക്ക് ഒരു പേയ്മെന്റ് അവർക്ക് കൊടുക്കാൻ സാധിക്കാതെ വരാം. അതും ഒരു പ്രധാനപ്പെട്ടതാണെങ്കിലും ഫിനാൻഷ്യൽ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ തന്നെയാണ് അല്ലെ? നമ്മൾ എത്ര ക്വാളിറ്റി ഉള്ള ഹെൽത്ത് സർവീസ് ആണെങ്കിലും നമുക്കത് ആക്സസിബിൾ ആവണമെങ്കിൽ അത്യാവശ്യം ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് നമുക്ക് വേണം. അതില്ലാതെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ വരുന്നത് എന്താണെന്നറിയോ? കൾച്ചർ, ബിലീഫ്സ് ആൻഡ് വാല്യൂസ് ആണ്. നമ്മുടെ സംസ്കാരം, നമ്മുടെ വിശ്വാസങ്ങള്, മൂല്യങ്ങള്, അതും ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അതെങ്ങനെയാണ് ആക്സസിനെ സ്വാധീനിക്കുന്നത്? നോക്കുക, ദ സർവീസസ് പ്രൊവൈഡഡ് മേ നോട്ട് ബി ഇൻ കീപ്പിംഗ് വിത്ത് ദ കൾച്ചർ, ബിലീഫ്സ് ആൻഡ് വാല്യൂസ് ഓഫ് സം പീപ്പിൾ. എല്ലാവരുടെ എല്ലാം ചില ആളുകളുടെ സംസ്കാരം, അവര് കീപ്പ് ചെയ്തു പോകുന്ന ചില വിശ്വാസങ്ങള്, വാല്യൂസ്, അതിനനുസരിച്ചുകൊണ്ടല്ല സേവനങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ആക്സസിബിൾ ആക്കാനായിട്ട് പറ്റില്ല. അതായത് ഇപ്പോ ചില ആളുകൾ, ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ തന്നെ എല്ലാവരും പലവരും പലതരത്തിലുള്ള ആളുകളാണല്ലോ. ചില ആളുകൾക്ക് ഒരു പക്ഷെ എന്താണ് അലോപ്പതിക് മെഡിസിനൽ സിസ്റ്റത്തിനോട് വലിയ താല്പര്യം ഉണ്ടാവണമെന്നില്ല. പ്രത്യേകിച്ച് ചിലപ്പോൾ വയസ്സായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ കൂടുതൽ എന്തായിരിക്കും ആയുർവേദം അല്ലെങ്കിൽ പരമ്പരാഗതമായ രീതിയിൽ ഒരു കൺവെൻഷണൽ രീതിയിലൊക്കെയുള്ള ട്രീറ്റ്മെന്റിനോടായിരിക്കും അവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കാരണം അവരുടെ ബിലീഫ്സ് അങ്ങനെയാണ്, അല്ലെങ്കിൽ അവര് അങ്ങനെയുള്ള ഒരു ബിലീഫിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്കൊരു അലോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിൻ ഒന്നും അവർക്ക് ഒരിക്കലും ആക്സസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അതിനൊരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതാണ്. അതായത് ഇത്രയുള്ള കാര്യം, ചില ആളുകൾ അവരുടെ സംസ്കാരം, അല്ലെങ്കിൽ അവരുടെ വിശ്വാസം, അവര് കീപ്പ് ചെയ്യുന്ന വാല്യൂസ്, അതിനനുസരിച്ചുകൊണ്ട് ഉള്ള സേവനങ്ങൾ മാത്രമേ അവർക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത എത്ര ക്വാളിറ്റി ഉള്ള ഹെൽത്ത് സർവീസ് അവർക്ക് കൊടുത്താലും അവർക്കത് ആക്സെപ്റ്റബിൾ അല്ല. ഓക്കെ, അവരുടെ കൾച്ചറിന്, അവരുടെ ബിലീഫ്സിന് അത് അവർക്ക് ആക്സെപ്റ്റബിൾ അല്ലെങ്കിൽ ഒരിക്കലും അത് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്കത് ആക്സസിബിൾ ആയിരിക്കില്ല. പറഞ്ഞ് മനസ്സിലായോ? പറഞ്ഞ കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക്? ആക്സസിനെ സ്വാധീനിക്കുന്ന 3 ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം കേട്ടോ. ഏതൊക്കെയാണ്? ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ, ദെൻ കൾച്ചർ, ബിലീഫ്സ് ആൻഡ് വാല്യൂസ്. ഓക്കെയാണോ മക്കളെ? എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. ക്ലിയർ ആണോ? ഓക്കെ, ശരി ട്ടാ. നെക്സ്റ്റ് വരുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. ആക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓർ ഓപ്പർച്യൂണിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ
ടു എന്താണ് ഒബ്റ്റെയിൻ ദ ഹെൽത്ത് സർവീസ്. അത്രയും ആ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. പിന്നെ ആക്സസിനെ സ്വാധീനിക്കുന്ന 3 ഫാക്ടേഴ്സുകൾ പഠിച്ചു വെക്കാം. ഓക്കെ, ഇതൊക്കെയാണ് ഡിസ്റ്റൻസ് ഉണ്ട്, ഫിനാൻഷ്യൽ ഉണ്ട്, കൾച്ചർ ബിലീഫ്സ് ആൻഡ് വാല്യൂസ് ഉണ്ട്. അതോടുകൂടി അത് കഴിഞ്ഞു, ആ പോയിന്റ് ക്ലിയർ ആണ്. രണ്ടാമത് ടെക്നിക്കൽ കോമ്പിറ്റൻസ് ആണ്, സാങ്കേതികമായിട്ടുള്ള ഒരു എന്താ പറയുക കഴിവ്. അതും ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് ടെക്നിക്കൽ കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാല് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ആണ് ടു അപ്ലൈ ദയർ സ്കിൽ, നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ടു അച്ചീവ് എ ഗുഡ് ഹെൽത്ത് കെയർ. അല്ലെ, ഒരു നല്ലൊരു കെയർ ലഭിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സ്കില്ല്, അവരുടെ നോളജ്, അവരുടെ എക്സ്പീരിയൻസ് അതൊക്കെ എന്താണ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ കഴിവാണ്. അല്ലെ, ഇറ്റ് ഈസ് എൻ ability, it is an ability of an individual to apply their skill, knowledge and experience to perform a particular task or occupation. നമ്മളൊരു ഹെൽത്ത് കെയർ പ്രൊവൈഡറിന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർക്ക് ഒരു നല്ല രീതിയിൽ ഒരു സർവീസ് കൊടുക്കാനായിട്ട് അവർക്ക് അവരുടെ നോളജും സ്കില്ലും എക്സ്പീരിയൻസും അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു വ്യക്തിയുടെ കഴിവാണ് ടെക്നിക്കൽ കോമ്പീറ്റൻസ് എന്ന് പറയുന്നത്. Okay, it is an ability of an individual to apply their knowledge, skill and experience ഇതിനു വേണ്ടിയിട്ടാണ് ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക് ഓർ ഓക്യുപ്പേഷൻ. ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡറിനെ സംബന്ധിച്ച് അയാളുടെ ടാസ്ക് എന്താണ്? ഏറ്റവും നല്ല ക്വാളിറ്റി ഹെൽത്ത് സർവീസ് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെ, അത് കൊടുക്കണമെങ്കിൽ അവര് പഠിച്ചിട്ടുള്ള അവരുടെ സ്കില്ലും അവരുടെ നോളജും അവരുടെ എക്സ്പീരിയൻസും നല്ല രീതിയിൽ അവർ ഇംപ്ലിമെന്റ് ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് നല്ലൊരു സേവനം കൊടുക്കാൻ പറ്റുള്ളൂ. അവർക്ക് നല്ലൊരു സേവനം അങ്ങനെ കൊടുക്കാൻ പറ്റിയെങ്കിലല്ലേ നമുക്ക് അതിനൊരു ക്വാളിറ്റി ഉള്ള ഹെൽത്ത് കെയർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അതിനെയാണ് നമ്മൾ ടെക്നിക്കൽ കോമ്പിറ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രയുള്ള അതിനകത്ത് മനസ്സിലാക്കാൻ, വേറെ ഒന്നുമില്ല. പിന്നെ കുറെ അവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ്, ജസ്റ്റ് നമുക്ക് അതൊന്ന് വായിച്ചു വെക്കാം കേട്ടോ. ടെക്നിക്കൽ പ്രൊഫിഷ്യൻസി ആസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് ക്വാളിറ്റി അഷ്വറൻസ് that suggested that we could have sufficient knowledge and skills to perform our functions in order to provide the quality service. അതായത് നമുക്കൊരു ക്വാളിറ്റി സർവീസ് കൊടുക്കണമെങ്കിൽ അതിന് അത്യാവശ്യം വേണ്ട സ്കില്ല് വേണം, നോളജ് വേണം, എക്സ്പീരിയൻസ് വേണം. അത് ഇംപ്ലിമെന്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു ക്വാളിറ്റി ഉള്ള ഹെൽത്ത് സർവീസ് കൊടുക്കാൻ സാധിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ, one must go to a nursing school and pass the nursing examinations before she can work as a nurse. Even though we are no longer in a school, we have to continue to refine our knowledge by reading the health books and attending in-service training workshops, etc. ഓക്കെ, ഇത് വേറൊന്നുമല്ല. ഇപ്പൊ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യണമെങ്കിൽ ഓടിപ്പോയൊന്നും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് നഴ്സിംഗ് കോഴ്സ് പാസ്സാവണം, അതിൽ വേണ്ട സ്കിൽ അവർ അറ്റൈൻ ചെയ്യണം, നോളജ് അറ്റൈൻ ചെയ്യണം, അതിനോടൊപ്പം അവർക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് അവർക്ക് ഒരു നല്ല രീതിയിൽ ഒരു ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെ, അങ്ങനെയാണ് ഓരോരുത്തരും. അവരുടെ ടെക്നിക്കൽ കോമ്പിറ്റൻസ് അവർക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ നല്ല ടെക്നിക്കൽ കോമ്പിറ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല സേവനങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പൊ നമ്മളായാലും ഒരുപാട് കാലം സ്കൂളില് കോളേജിലൊന്നും നമ്മൾ പഠിക്കുന്നൊന്നുമില്ല, അല്ലെ. പക്ഷെ എന്താണ്, നമ്മൾ നമ്മുടെ നോളജ് എപ്പോഴും റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെ, സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമേ പഠിക്കുള്ളൂ എന്നല്ല, നമുക്ക് അനുഭവത്തിലൂടെ ഒരുപാട് അറിവുകൾ ലഭിക്കുന്നുണ്ട്. അല്ലെ, നമ്മളെപ്പോഴും നല്ലൊരു സേവനം കൊടുക്കാനാണെങ്കിൽ നല്ല രീതിയിൽ ജോലി ചെയ്യാനാണെങ്കിലും നമ്മളെപ്പോഴും നമ്മുടെ നോളജ് റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെ, അതാരും നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമല്ല, റിഫൈൻ ചെയ്യണം. എങ്ങനെ റിഫൈൻ ചെയ്യണം? നമ്മൾ നമ്മുടേതായ ചില ബുക്സുകൾ വായിച്ച് അല്ലെങ്കിൽ മറ്റുള്ള ട്രെയിനിങ്ങുകളിൽ പങ്കെടുത്ത് അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ നോളജ് എപ്പോഴും റിഫൈൻ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്ന് പറഞ്ഞാല് ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ അവരുടെ ടെക്നിക്കൽ കോമ്പിറ്റൻസ് എപ്പോഴും ഇതേ രീതിയിൽ എന്ത് ചെയ്തിരിക്കണം? അറ്റൈൻ ചെയ്തിരിക്കണം. ഓക്കെ, പഠനം കൊണ്ട് മാത്രമല്ല, അല്ലാത്ത രീതിയിൽ അവരവരുടെ നോളജ്, അവരുടെ ആ ഒരു കോമ്പിറ്റൻസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? റിഫൈൻ ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, സിൻസ് വി ആർ ഹെൽത്ത് പ്രൊഫഷണൽസ്, we should also understand our limits. That is, know what we can do and what we cannot do. And with regard to what we cannot do, we are expected to refer them to other centers or personnel who are more proficient to tackle them. And our practice should also be controlled by the laid down standards and guidelines
എക്സാമ്പിൾ സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് വേറെ കാര്യമൊന്നും അല്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡറിനെ പറ്റിയാണ് പറയുന്നത്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, എന്തൊക്കെ അവർക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്, അതിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു നോളജ് അവർക്ക് ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് നമ്മളൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ എസ് എ ഹെൽത്ത് കെയർ പ്രൊവൈഡർ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ ഒരു പേഷ്യന്റ് വരികയാണ്, ആ പേഷ്യന്റിന് നമുക്ക് കൊടുക്കാവുന്ന എല്ലാ സേവനങ്ങളും കൊടുക്കണം. ഇപ്പൊ നമുക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അറിയാവുന്നവരുടെ അടുത്തേക്ക് അവരെ ഡയറക്റ്റ് ചെയ്ത് വിടണം അല്ലെ. ഒരു നല്ല സേവനം അവർക്ക് കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന മറ്റേതെങ്കിലും പ്രൊഫഷണൽസ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് രോഗികളെ എന്ത് ചെയ്ത് വിടണം, ഡയറക്റ്റ് ചെയ്ത് വിടണം. അത് മാത്രമല്ല എന്ത് സേവനങ്ങൾ കൊടുക്കുമ്പോഴും അത് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകള്, ക്രൈറ്റീരിയാസ് ലൈക്ക് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, അവർക്കൊരു പരിചരണം പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അതായത് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങള് അല്ലെങ്കിൽ ചികിത്സാ രീതികള്, ചികിത്സാ സ്റ്റാൻഡേർഡുകള്, ക്രൈറ്റീരിയാസ് ഒക്കെ അനുസരിച്ചുകൊണ്ടായിരിക്കണം രോഗികൾക്ക് പരിചരണം കൊടുക്കാനായിട്ട്. അത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ടെക്നിക്കൽ കോമ്പറ്റൻസ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് ദി എബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു അപ്ലൈ ദയർ നോളജ്, സ്കിൽ ആൻഡ് എക്സ്പീരിയൻസ് ടു പെർഫോം എ പെർട്ടിക്കുലർ ടാസ്ക് ഓർ ഓക്യുപേഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വരുന്നതാണ് ഇക്വിറ്റി. ഇക്വിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇക്വാലിറ്റി തന്നെയാണ് കേട്ടോ. അതായത് ഒരു എല്ലാ ആളുകൾക്കും ഒരേ രീതിയിൽ പരിചരണം കൊടുക്കണം, എങ്കിലേ നമുക്ക് അതിന് ക്വാളിറ്റി ഉള്ളതാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ക്വാളിറ്റി സർവീസസ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു ഓൾ പീപ്പിൾ ഹു ആർ ഇൻ നീഡ് ഓഫ് ദം, be they poor, children, adult or old people, pregnant women, disabled, etc. Okay, quality services should be made available in all parts of the country, in villages, towns and cities. That means itreyullu providing the health services, providing the equal quality of services regardless of their കാസ്റ്റ്, കമ്മ്യൂണിറ്റി, സോഷ്യൽ സ്റ്റാറ്റസ് എക്സെട്ര അല്ലെ. അതായത് നമ്മൾ എപ്പോഴും അവിടെ ഇക്വിറ്റി എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്ന അർത്ഥം ഇത്രയേ ഉള്ളൂ, പ്രൊവൈഡിങ് ദ ഈക്വൽ പ്രൊവൈഡിങ് ദ ഹെൽത്ത് കെയർ, ഈക്വൽ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ സർവീസസ് ടു ഓൾ പീപ്പിൾ എല്ലാ ആളുകൾക്കും ഒരേ രീതിയിലുള്ള ഹെൽത്ത് കെയർ സേവനങ്ങൾ കൊടുക്കാം, റിഗാർഡ്ലെസ് ഓഫ് ദെയർ സ്റ്റാറ്റസ് എക്കണോമിക് സ്റ്റാറ്റസ് ആയിക്കോട്ടെ, അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് ആയിക്കോട്ടെ, അവരുടെ ജെൻഡർ ആയിക്കോട്ടെ, അതിനെ ഒന്നും പരിഗണിക്കാതെ എല്ലാ ആളുകൾക്കും തുല്യമായിട്ടുള്ള രീതിയിൽ ഹെൽത്ത് സർവീസസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഇക്വിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പാവപ്പെട്ടവനാണെന്നോ പണക്കാരനാണെന്നോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളാണെന്നോ പ്രായമുള്ള ആൾക്കാരാണെന്നോ അങ്ങനെ ഒരു നമ്മളൊരു ഡിസ്ക്രിമിനേഷൻ അവിടെ ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ ഏത് രാജ്യങ്ങളിലായിക്കോട്ടെ, ഏത് ഗ്രാമങ്ങളിലായിക്കോട്ടെ, എന്ത് സിറ്റി ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും ഒരേ രീതിയിലായിരിക്കണം എന്ത് കൊടുക്കേണ്ടത്, ഹെൽത്ത് സർവീസസ് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ക്വാളിറ്റി ഉള്ളൊരു ഹെൽത്ത് സർവീസ് ആണെന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് മൂന്നാമത്തെ പോയിന്റ്, ഇക്വിറ്റി. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള പോയിന്റുകൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പറയാം. ഈ 3 പോയിന്റുകൾ ക്ലിയർ അല്ലേ? നിങ്ങൾ പോയിന്റ് മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അതിന്റെ എക്സ്പ്ലനേഷൻ വെറുതെ അവിടെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അത്രയുള്ളൂ. പിന്നെ മോക്ക് ടെസ്റ്റ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. വേറൊരു കാര്യം കൂടെ പറയാണ്, തിങ്കളാഴ്ച ഞാനായിരിക്കും കേട്ടോ ക്ലാസ് എടുക്കുന്നുണ്ട്. ജോബ് സാറിന്റെ ക്ലാസ് ഉണ്ടാവില്ല കേട്ടോ. മിക്കവാറും 2 അവർ ഞാൻ ക്ലാസ് എടുക്കും. വേറെ ഒന്നുകൊണ്ടല്ല, നമ്മുടെ പോർഷൻസ് തീർക്കേണ്ട സമയമായിട്ടുണ്ട്. മിസ് കയറിയല്ലോ, നിഷാമാം കയറിപ്പോ പറഞ്ഞല്ലോ, നവംബർ ലാസ്റ്റ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു വലിയൊരു ചാപ്റ്റർ ആണ്. അപ്പൊ ഇത് സമയത്തിന് വേണ്ടി എനിക്ക് ഒരാഴ്ചയിൽ 2 അവറല്ലേ വരുന്നുള്ളൂ. അപ്പൊ ആ ഒരു അവർ വെച്ചുകൊണ്ട് ചിലപ്പോൾ ഇത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ ജോബ് സാറിന്റെ ക്ലാസ് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ മൺഡേ മിക്കവാറും 2 അവർ ഞാൻ തന്നെ എനിക്ക് എടുക്കാം. എന്നെ ശ്രമിക്കാനായിട്ട് തയ്യാറായിട്ട് എല്ലാവരും പുറത്തു കേട്ടോ. ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. മിസ്സിന്റെ ക്ലാസ് ബോറടി ഇല്ല. ആണോ? അത് വായിക്കേ ഇൻട്രസ്റ്റ് ആണോ? അങ്ങനെ എനിക്ക് കുഴപ്പമില്ല. ബോറടിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. എനിക്ക് ബോറടി തോന്നുന്നത് എന്താ വെച്ചാൽ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ശരിക്കും ബോറടിക്കുന്നുണ്ട്. കേൾക്കുന്നവർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലല്ലോ. ഏതായാലും ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്കൊരു കോൺഫിഡന്റ് ആയി. ഓക്കെ, വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.